ഇന്ന് ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് മാങ്ങ അച്ചാർ. പക്ഷെ ഞങ്ങളെ പോലുള്ള പ്രവാസികൾക്ക് പച്ചമാങ്ങ കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല, പ്രത്യേകിച്ച് ഈ ഓണ സമയത്ത്. അപ്പൊ നമുക്ക് മാങ്ങ അച്ചാറിന് പകരമായിട്ട് നമുക്ക് മാങ്ങ അച്ചാറിന്റെ അതേ രുചിയിലും അതേ ലുക്കിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റന്റ് ആപ്പിൾ അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല പച്ച ആപ്പിൾ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ? അതിക്ക് മുന്നേ ആയിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സമയം ഒട്ടും കളയാതെ തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഏകദേശം 1 കിലോ ഗ്രീൻ ആപ്പിളാണ് ചെറിയ പീസായിട്ട് മുറിച്ച് കുറച്ച് ഉപ്പിട്ട് തിരുമ്മി വെച്ചിരിക്കുകയാണ്. ഒരാപ്പിൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുറിക്കുകയാണ്. ഇതുപോലെ നമുക്ക് 4 പീസാക്കിയതിന് ശേഷം അതിൻ്റെ നടുക്കുള്ള സീഡ് ഉൾപ്പെടുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ പീസസായിട്ട് മുറിച്ചെടുക്കാം. ഇതിങ്ങനെ മുറിച്ച ഉടനെ കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആപ്പിളിൻ്റെ കളർ മാറാതെ കിട്ടും. പിന്നെ ഉപ്പ് കുറച്ച് ആപ്പിളിൽ പിടിക്കുകയും ചെയ്തോളും. അപ്പോൾ ഇനി അച്ചാറിന് വേണ്ട ബാക്കിയുള്ള സാധനങ്ങൾ ഇഞ്ചി, കുറച്ചധികം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് ചെറിയ പീസായിട്ട് മുറിച്ചിട്ടുണ്ട്, വിനെഗർ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കടുകും ഉലുവയും പൊട്ടാനായിട്ട് വെക്കാം. ഞാൻ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അച്ചാറായതുകൊണ്ട് തന്നെ കുറച്ചധികം വെളിച്ചെണ്ണ ഇരിക്കട്ടെ. ഇനി അതിലേക്ക് കറിവേപ്പില കുറച്ചിടാം. വറ്റൽമുളക് ഒരു 2-3 എണ്ണം അങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 4 ടേബിൾ സ്പൂൺ, എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ടാലാണ് അതിൻ്റെ കളർ കിട്ടുകയുള്ളൂ. പിന്നെ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ഏകദേശം 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ ഏറ്റവും സിമ്മിലിട്ടതിന് ശേഷം വേണം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ പോകും. അതിലേക്ക് ഏകദേശം 1 കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആപ്പിളിന് അത്ര പുളിയില്ല, അപ്പോൾ പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികം വിനെഗർ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അതൊന്ന് ഒരു തള വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾ ഇട്ട് കൊടുക്കാം. ആപ്പിൾ നമ്മൾ ഉപ്പിട്ട് വെച്ച കാരണം അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, അതും കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ അരപ്പ് എല്ലാം നമ്മുടെ ആപ്പിളിൽ ഒന്ന് പിടിക്കണം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റേജിൽ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പോ ഇട്ട് കൊടുക്കാം. ആപ്പിളിന് മധുരം കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പഞ്ചസാരയോ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ആപ്പിളിൽ തിരുമ്മി വെച്ച ഉപ്പ് കറക്റ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നീട് ഇടുന്നില്ല. ഇനി നമുക്ക് കൈയോടെ തീ ഓഫ് ചെയ്യാം. ഇത് ഇനി ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ഓഫ് ചെയ്ത് ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ആ ചൂടിൽ ഇരുന്നൊന്ന് വാടിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ആപ്പിൾ അച്ചാർ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഈ ഓണത്തിന് മാങ്ങ കിട്ടാത്തവർക്ക് ഈസി ആയിട്ടുള്ള ഈ ആപ്പിൾ അച്ചാർ ഉണ്ടാക്കി നോക്കില്ലേ? എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ. ബായ്.